സാർ നമസ്കാരം. നമസ്കാരം. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്നാണ് ആ ചൊല്ല്. ഇതിവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. പല പ്രവചനങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്തായിരിക്കും എന്നാലോചിക്കുമ്പോൾ UDF തന്നെയായിരിക്കും മേൽക്കൈ, വീണ്ടും UDF അധികാരത്തിൽ വരും എന്നാണ് പറയുന്നത്. LDF 35 അല്ലെങ്കിൽ 40 സീറ്റിലേക്ക് ഒതുങ്ങി പോകും എന്നൊക്കെ പല സർവേകളും വരുന്നു. ഇതിനിടയിൽ UDF ജയിക്കും എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതിനെ തുടർന്ന് ആ വാർത്തകളേക്കാൾ രസകരമായ മറ്റ് പല വാർത്തകളുമാണ് പുറത്തു വരുന്നത്. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നതിനെ ചൊല്ലി ഇപ്പോൾ UDF പാളയത്തിൽ പട നടക്കുന്നു എന്നൊക്കെയാണ് പുറമേക്ക് നമ്മൾ കേൾക്കുന്ന വർത്തമാനങ്ങൾ. എന്നാൽ ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ടാണ് നമ്മുടെ കേരളം ലീഡർ എന്ന് വിളിക്കുന്ന കെ കരുണാകരൻ്റെ മകൻ K മുരളീധരൻ രംഗത്ത് വന്നേക്കുന്നത്. അദ്ദേഹം പറയുന്നു, UDF മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്, മന്ത്രിമാരെ തീരുമാനിക്കുന്നത് വാട്സപ്പ് യൂണിവേഴ്സിറ്റികളല്ല. വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇങ്ങനെ ഇറക്കി വിടുന്ന ക്യാപ്സ്യൂളുകളുടെ അടിസ്ഥാനത്തിലല്ല UDF ഭരണനിർവഹണവും ആരൊക്കെയായിരിക്കണം സാരഥികൾ എന്നുള്ളത് നിശ്ചയിക്കുന്നതല്ല. ഇത് UDF സംവിധാനങ്ങളിലുള്ള കാര്യമല്ല. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരും ഹൈക്കമാൻഡും എല്ലാം ചേർന്ന് കൂടിയാലോചിച്ചതിന് ശേഷം കേരളത്തിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ളത് അപ്പോൾ മാത്രമേ പറയാൻ പറ്റുന്ന കാര്യമാണ്. വാട്സപ്പ് യൂണിവേഴ്സിറ്റികളുടെ പ്രവചനങ്ങളെല്ലാം അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നു എന്നാണ് K മുരളീധരൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ ഈ ചർച്ചയുടെ ആമുഖത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ, മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാളുടെ പേര് കൂടി പരാമർശിക്കുന്നു. AICC വക്താവായ KC വേണുഗോപാൽ ആണ് കേരളത്തിൽ മുഖ്യമന്ത്രിയാവാൻ കച്ചകെട്ടിയിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം തന്നെ നേരത്തെ തെരഞ്ഞെടുപ്പിന് മുൻപായി കൊണ്ട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തവരാരെങ്കിലും കേരളത്തിലെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഉന്നത സ്ഥാനങ്ങളിൽ വന്നേക്കാം എന്ന് അദ്ദേഹം തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല കേരളത്തിൽ ഇന്ന് കോൺഗ്രസ്സിലെ മുതിർന്ന നേതാവ് തന്നെയാണ്. അദ്ദേഹവും മുഖ്യമന്ത്രി കുപ്പായം അടിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയെ ചുറ്റിപ്പറ്റി ഈ 3 പേരാണ് പറഞ്ഞു കേൾക്കുന്നത്. രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവായ VD സതീശൻ, ഈ AICC വക്താവായ KC വേണുഗോപാൽ. പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തല ഇരുന്നതിന് ശേഷം തന്നെയാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവായി വന്നിരിക്കുന്നത്. അതായത് ഇന്ന് കാണുന്ന രീതിയിൽ ടീം UDF എന്ന രീതിയിലേക്ക് UDF നയിക്കുകയും ഭരിക്കുവാനുള്ള വ്യക്തമായ ഭൂരിപക്ഷം നേടത്തക്ക രീതിയിൽ തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുകയും കൃത്യമായ നിലപാടുകളോടുകൂടി മുന്നോട്ട് വരികയും ചെയ്ത VD സതീശൻ മുഖ്യമന്ത്രി പദത്തിന് അർഹൻ തന്നെയാണ് എന്ന് പലരും പറയുമ്പോൾ, അല്ലെങ്കിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അദ്ദേഹത്തിന് അനുകൂലമായി ഇത്തരം വാർത്തകൾ വരുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കും അത് ആ കുപ്പായം ഇണങ്ങുമെന്ന് K സുധാകരൻ തുറന്നടിച്ചിരിക്കുന്നു. K മുരളീധരനായിട്ട് ഇത് വാട്സപ്പ് യൂണിവേഴ്സിറ്റി അല്ല തീരുമാനിക്കുന്നതെന്ന് പറയുന്നു. എന്താണ് അങ്ങേക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്? മുരളീധരൻ ഭാവി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് നടത്തിയ പ്രവചനം എന്നോട് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേര് ഇതിനകത്ത് പരിഗണിക്കപ്പെടേണ്ടതാണെന്ന് പറയുന്ന ആളെ. അതിലും രസകരമായൊരു സംഭവം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാലത്തുണ്ടായതാണ്. രാജീവ് ഗാന്ധിയുടെ മരണശേഷം നെഹ്റു കുടുംബത്തിൻ്റെ അധികാരം നഷ്ടപ്പെടുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. നരസിംഹറാവുവാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട. നരസിംഹറാവുണ്ട്, ശരത് പവാറുണ്ട്, അർജുൻ സിംഗ് ഉണ്ട്, ND തിവാരിയുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കട്ടിച്ച് വേണമെങ്കിൽ മന്ത്രിസഭ രൂപീകരിക്കാവുന്ന ഒരു സാഹചര്യം മാത്രമേ അന്നുള്ളൂ. അന്ന് നമ്മുടെ കരുണാകരൻ, മുരളിയുടെ അച്ഛൻ കരുണാകരൻ വളരെ സജീവമായി നിൽക്കുന്ന സമയമാണ്. അപ്പം അന്ന് പ്രധാനപ്പെട്ട പത്രപ്രവർത്തകർ, പ്രണാബ് റോയി, അങ്ങനെയുള്ള പത്രപ്രവർത്തകർ ശരത് പവാറിനെയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത്. കാരണം നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ മാധ്യമങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ചില നേതാക്കന്മാരുണ്ടല്ലോ. അത് വേണുഗോപാലായാലും രമേശ് ചെന്നിത്തലയായാലും മാധ്യമ സൃഷ്ടികളുണ്ട്. ചില മാധ്യമങ്ങൾക്ക് ചിലരെ ഇഷ്ടമായിരിക്കില്ല. അല്ല, അതെല്ലാം PR വർക്കിൻ്റെ അന്നും PR വർക്ക് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എന്നിട്ട് ഈ പ്രണബ് റോയ് എന്ന് പറഞ്ഞ ആൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ആദ്യം ബീഹാറിലെ ജഗന്നാഥ് മിശ്രയോട് ചോദിക്കുന്നു, കോൺഗ്രസിന് ഭൂരിപക്ഷം കട്ടിച്ചു കൊള്ളൂ, ആർക്കാണ് പ്രധാനമന്ത്രിയാവാൻ ചാൻസ്? അപ്പോൾ ഇയാളെ തപ്പി, ഞാൻ ഇങ്ങനെ പറയുന്ന നല്ല മറ്റേയാൾ വന്നു കഴിഞ്ഞപ്പോൾ
മഹാരാഷ്ട്രയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് എം എൽ എമാർ ജയിച്ചു വന്നിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് എം എൽ എമാർ ജയിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ട് പവാറിനൊരു ചാൻസ് ഇല്ലേ? അപ്പോൾ ഇയാൾ പറഞ്ഞു പവാറാകുന്നതിൽ എനിക്ക് വിരോധമില്ല. നമ്പർ 1 ഒരാൾ പറഞ്ഞു കഴിയുകയാണ്. അടുത്ത നേരെ എൻ ഡി തിവാരി, ഉത്തർപ്രദേശിൽ. എൻ ഡി തിവാരിയെ കൊണ്ട് തന്നെ പറഞ്ഞു പവർ ആകണം എന്നല്ല ഇവർ പറഞ്ഞത്, പവർ ആകുന്നതിന് വിരോധമില്ലെന്നാണ്. അത് അവസാനം പറഞ്ഞ് പവർ ആകണം എന്നുള്ള രീതിയിലേക്ക് വ്യാഖ്യാനിച്ച് മാന്യനായ പത്രപ്രവർത്തകൻ കൊണ്ടുവരികയാണ്. അത് തിരുവനന്തപുരത്ത് അന്ന് കരുണാകരൻ ഇവരുടെ ഒപ്പം തിളക്കാനുള്ള നേതാവാണ്. തിരുവനന്തപുരത്ത് കരുണാകരനെ സമീപിക്കുന്നു. കരുണാകരനോട് അപ്പോൾ കരുണാകരൻ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കരുണാകരൻ ചിരിച്ചുകൊണ്ടൊരു കമൻറ്റ് പറഞ്ഞു, ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയെയും തീരുമാനിക്കാൻ പോകുന്നത് ദൂരദർശനിൽ, അന്ന് ദൂരദർശനാണ് മെയിൻ ചാനൽ, ദൂരദർശനിൽ കൂടിയല്ല, അത് ഇലക്റ്റഡ് എം പിമാരും പാർട്ടി കമ്മിറ്റിയും ചേർന്ന് ഹൈക്കമാൻഡും ചേർന്ന് തീരുമാനിക്കും എന്നൊരു വാചകം പറഞ്ഞു. പിന്നെ എല്ലാവരും കരുണാകരൻ പറഞ്ഞതിനെ തുടർന്ന് പറയാൻ തുടങ്ങി. അല്ലെങ്കിൽ ശരത് പവാറിനെ വളഞ്ഞ വഴി തന്നെ എല്ലാവരുടെയും മേലെ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നടന്നു. അതിനെ പരാജയപ്പെടുത്തിയ കരുണാകരനാണ്. ഉറപ്പായിട്ടും ഞാൻ വിചാരിക്കുന്ന മുരളിക്കും ആ അനുഭവം അറിയാം. ഇവിടെ വാട്സപ്പിൽ ആരാണ് നേതാവ്? വേണു. വളരെ വേണു മത്സരിക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ മാത്യു കൊള്ളനാടൻ സതീശൻ്റെ ആളാണ്, അല്ലെങ്കിൽ വേണുഗോപാലിൻ്റെ ആളാണെന്ന് പറഞ്ഞ് ഞെട്ടിപ്പോവുക, അല്ലെ പഴകുളം മതം. ഇവരൊക്കെ അവരുടേതായ മെറിറ്റ് ഉള്ളവരാണ്, മറ്റൊരാളുടെ തണലിലോ ലേബലിലോ അറിയപ്പെടേണ്ടവരല്ല. പക്ഷേ കുറേ എം പിമാരെങ്കിലും അങ്ങനെ ഓരോ ഗ്രൂപ്പിൻ്റെ വകയായിട്ട് എടുത്തു എന്നുള്ളതാണ് കേരളത്തിൽ ഹൈക്കമാൻഡ് തന്നെ പരാജയപ്പെട്ടു എന്ന് നമുക്ക് കുറച്ച് പറയാൻ പറ്റും. അല്ല, ഇപ്പോൾ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഈ സ്ഥാനാർത്ഥിത്വ നിർണയത്തിലും അവസാന നിമിഷം വരെ ഈ ഒരു വിഷയം ഉണ്ടായിരുന്നു. അതിൽ പ്രവർത്തകർ വോട്ടേഴ്സ് വോട്ട് ചെയ്തിരിക്കുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. രമേശിൻ്റെയോ സതീശൻ്റെയോ സുധാകരൻ്റെയോ വേണുഗോപാലിൻ്റെയോ സ്ഥാനാർത്ഥിക്കല്ല. ആ സത്യം ഇവരറിയണം. UDF വോട്ട് ചെയ്ത ആ വോട്ടേഴ്സിനെയാണ് ഇപ്പോൾ ഈ ഒരു വടംവലിയിലൂടെ ഇവർ അധിക്ഷേപിക്കുന്നത്. അതാണ് അതിൻ്റെ കൃത്യമായ വിലയിരുത്തൽ. അതെ, ഇപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി ചിത്രം തെളിയുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഉൾപ്പെടെയുള്ള ഈ വിലയിരുത്തലുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് ഇടതുപക്ഷത്തിന് 45 അല്ലെങ്കിൽ അതിന് താഴെ മാത്രം സീറ്റ് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഇടതുപക്ഷം പറയുന്നത് കഷ്ടി ഒരു 77-80 സീറ്റെങ്കിലും അവർക്ക് നേടാൻ സാധിക്കും, വീണ്ടും ഭരണത്തിൽ വരാൻ പറ്റും എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. അതെന്ത് തന്നെയായാലും കേരളത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള അല്ലെങ്കിൽ പൊതുവായൊരു രീതി വെച്ച് നോക്കുമ്പോൾ UDFനാണ് മേൽക്കൈ, UDF അധികാരത്തിൽ വരും എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ UDFന് അനുകൂലമായി വോട്ട് ചെയ്തവരെ പോലും അധിക്ഷേപിക്കുന്ന തരത്തിൽ ഇപ്പോഴേ ഭരണം കിട്ടുമെന്നോ അല്ലെങ്കിൽ ഭൂരിപക്ഷം കിട്ടുമെന്നോ ഉറപ്പില്ലാത്ത സ്ഥിതിയിൽ പോലും മുഖ്യമന്ത്രി കുപ്പായം അടിച്ച് കാത്തിരിക്കുന്നവരുടെ ഇടിയായി. ഈ ഇടി വന്നു എന്നുള്ളതിന് പുറമെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി PR വർക്ക് നടക്കാൻ വേണ്ടി നിയുക്തമായ ചില ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് ഓരോ സ്ഥാനാർത്ഥികളും, അതായത് മുഖ്യമന്ത്രി പദത്തിലേക്ക് കണ്ണു നട്ടിരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥികളും അതിനുവേണ്ടി വടംവലി തുടങ്ങിയതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണം തന്നെയാണ് കെ മുരളീധരനെ പോലുള്ള ഒരാളെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്. ഇനിയെങ്കിലും നിങ്ങൾ ശിഥിലീകരിച്ച് നിൽക്കുകയാണെങ്കിൽ കേരളത്തിൽ UDF സംവിധാനം നഷ്ടപ്പെടും, അല്ലെങ്കിൽ കോൺഗ്രസ് ഉണ്ടാവില്ല എന്നുള്ളത് ജനത്തിന് മനസ്സിലായിട്ടുണ്ട്. ഈ ഇടതുപക്ഷത്തിൻ്റെ കിരാത ഭരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ UDFന് മേൽക്കൈ നേടാൻ പറ്റണതും എന്നുകൂടിയുള്ള കാര്യം വിസ്മരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ UDF പാളയത്തിൽ ഇത്തരത്തിൽ അടി നടക്കുന്നത്. മാത്രമല്ല, ഇടതുപക്ഷത്തിൻ്റെ മുഖ്യ പ്രചരണമായ ആയുധം എന്ന് പറഞ്ഞാൽ UDFന് അധികാരം കിട്ടിയാൽ തമ്മിത്തല്ലി പിരിയും. അതെ, ഇവർ തമ്മിത്തല്ലും, ഇവർ അധികാരത്തിന് വേണ്ടി മത്സരിക്കുന്നവരാണ്, അധികാരമോഹം മാത്രമാണ് ഇവരെ യോജിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇടതുപക്ഷ നേതാക്കന്മാർ പറഞ്ഞതിനെ അടിവരയിട്ട് സത്യം ചെയ്ത് പറയുന്നതിന് തുല്യമാണ് ഇപ്പോൾ ഇവരുടെ പ്രസ്താവനകൾ. അതെ, പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടി VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ എടുത്തു പറയുന്നുണ്ട്. കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ജനാധിപത്യമില്ല. അവിടെ തലമുതിർന്നൊരു നേതാവ് തീരുമാനിക്കും ആരൊക്കെ മത്സരിക്കണം, ആര് മുഖ്യമന്ത്രിയാവണം, ആര് മന്ത്രിയാവണം. മറ്റുള്ളവർക്ക് ആർക്കും ശബ്ദമില്ല. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശബ്ദം പിണറായി വിജയൻ എന്ന ഒറ്റ നേതാവിലേക്ക് ഒതുങ്ങി നിൽക്കുന്നൊരവസ്ഥയിൽ ഈ കോൺഗ്രസിനകത്ത് ജനാധിപത്യമുണ്ട്. ആർക്കും ജനാധിപത്യപരമായ രീതിയിൽ സംസാരിക്കാൻ അവകാശ സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് അവരവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയും. ഇടതുപക്ഷത്തിലാവട്ടെ പറയാൻ താല്പര്യമുള്ള ആളുകൾ അത് പറയില്ലേ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവരവിടെ ഉണ്ടാവില്ല എന്നുള്ള ഒറ്റ ധാരണയിലാണ് അവരിത് പറയാത്തത് എന്നാണ് VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്. അല്ലെ, ഇവർക്ക് അഭിപ്രായം പറയാൻ എത്രമാത്രം കാര്യങ്ങളുണ്ട്. പുതിയതായിട്ട് ഉണ്ടാകുന്ന മന്ത്രിസഭയിൽ പേഴ്സണൽ സ്റ്റാഫിലെ അംഗങ്ങളെക്കുറിച്ച് പറയാം. പുതുതായിട്ട് ഉണ്ടാകുന്ന മന്ത്രിസഭയിലെ ആരും തന്നെ സമുദായ നേതാക്കളെ കണ്ട് അനുഗ്രഹം മേടിച്ച് റെക്കമെൻഡേഷൻ ലെറ്റർ മേടിച്ചുകൊണ്ട് വരരുതെന്ന് പറയാം. അങ്ങനെ നയപരമായ കോൺഗ്രസിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് പ്രയോജനപ്രദമായ ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ളപ്പോൾ മുഖ്യമന്ത്രി ആകുന്നവനെ കുറിച്ചൊരു കാഴ്ചപ്പാട് നമുക്ക് വേണ്ടേ? ഇവൻ പറയട്ടെ നാട്ടുകാരോട്, ഞാനായാൽ പേഴ്സണൽ സ്റ്റാഫിൻ്റെ എണ്ണം കുറയ്ക്കും, ഞാനായാൽ സെക്യൂരിറ്റി വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കും. അതിന് പകരം ഇടതുപക്ഷം കൊണ്ടുപോകുന്നതിനേക്കാൾ കൂടുതൽ വാഹനങ്ങൾ ഉപയോഗിക്കാനിരിക്കുന്നതാണ് നാളെ മുഖ്യമന്ത്രിയായ. അല്ല, നിലപാടുകൾ വ്യക്തമാക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്.
ഇപ്പോൾ നോക്കൂ, തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചൂട് പിടിക്കാതെ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ കുറി ഈ 140 മണ്ഡലങ്ങളിലും വ്യത്യസ്തമായൊരു പ്രചരണം കണ്ടിട്ടുണ്ടായിരുന്നു. പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മ, യെസ്, അതല്ല ഹൈലൈറ്റ് ചെയ്ത ഒരു കാര്യം. അപ്പോൾ അദ്ദേഹം സൈക്കിൾ ചവിട്ടിയാണ് ഈ 38-40 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടിൽ പ്രചരണ പരിപാടി നടത്തിയത്. ഒറ്റ ഫ്ലക്സ് മണ്ഡലത്തിൽ വെച്ചിട്ട്. ഉദാഹരണം ചിലവ് വളരെ കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് ഈ ഫ്ലക്സും ഒക്കെ വെച്ച് പ്രചരണം നടത്തുന്ന ആ പണം ഉണ്ടെങ്കിൽ സാധാരണക്കാരനായ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു വീട് വെച്ച് കൊടുക്കാൻ പറ്റും എന്നാ പറഞ്ഞേ. അപ്പോൾ ഒരു പൊതുപ്രവർത്തകന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സാമൂഹിക സേവനമാണെങ്കിൽ, അതെ, അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് വേർക്കേണ്ടി വരും, വെയിലുകൊള്ളേണ്ടി വരും. ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന നേതാക്കന്മാരെയാണ്, ജനപ്രതിനിധികളെയാണ് ജനങ്ങൾ തേടുന്നത്. സേവന സന്നദ്ധരായ, സേവന മനോഭാവമുള്ള, വിദ്യാഭ്യാസവും വിവരമുള്ള ആളുകൾ തന്നെയാണ് ജനം തേടുന്നത്. ഇവിടെ കോൺഗ്രസ് ഒരു സന്നിഗ്ധ ഘട്ടത്തിലൂടെ കടന്നു വന്ന് കഴിഞ്ഞ 10 വർഷം UDF ഭരണമില്ലാതെ പുറത്തു നിന്നു. ഇനിയും ഭരണമില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ UDF സംവിധാനം ഉണ്ടാവില്ല. കോൺഗ്രസിൽ നിന്ന് പലരും പല മുന്നണികളിലേക്ക് ചേക്കേറുന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. അത് ശിഥിലമാകും, മിച്ചം കാണിയില്ല. അതെ. അപ്പോൾ ആ ഒരു രീതിയിൽ കെട്ടുറപ്പോടുകൂടി ടീം UDF എന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. രാഹുൽ ഗാന്ധി വന്ന് ഇവിടെ പ്രത്യേക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും സംഘനൃത്തമാണ് ചെയ്യുന്നത്, മാറി മാറി സിംഗിൾ ഡാൻസ് ചെയ്യാൻ ആരും പോകരുത്. അതായത് വ്യക്തിഗതമായ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചാടിക്കയറി ആരെങ്കിലും അഭിപ്രായം പറയാൻ പാടില്ല, കിട്ടാൻ സാധ്യതയുള്ള ഭരണവും അധികാരവും നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ പുറകിലുണ്ടായിരുന്നത്. രാഹുൽ ഗാന്ധി ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള നേതൃത്വപരമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്.